ദീസ് ആർ എൻഡ് ടൈംസ്. ഇത് അവസാന കാല അളവാണ്. അപ്രതീക്ഷിതമായ ഒത്തിരി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വചനത്തിൻ്റെ നിവർത്തീകരണം വളരെ വ്യക്തമാണ്. Yesterday I was traveling along with my cousin for a funeral to Tiruvalla. On the way, my cousin got a call from his teacher. My cousin himself is a teacher. Now his teacher, when he was studying for his B.Ed, there was a teacher who calls him. And she says, she might be around 65 to 70 years old. She says, John Matthew Sare, ഞാൻ എൻ്റെ ഈ ഭർത്താവിനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി. ഐ എം ഹിയറിംഗ് ദാറ്റ്, ഐ എം സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹിം. ഈ മനുഷ്യനൊരു ഏകാധിപതി പോലെ. ആൻഡ് മൈ കസിൻ ഇസ് സ്ട്രഗ്ലിംഗ് how to respond to it. When I was hearing more than എനിക്ക് അത് കേൾക്കുമ്പോഴേ അയ്യോ, ഒരു കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്കൊത്തിരി വിഷമമായിട്ട് തോന്നി. അവരുടെ കൊച്ചുമക്കളെ സംബന്ധിച്ചുള്ള വിഷയമാണ്. Now about the grandchild, in which school to be sent. Being a grandmother, she says he has to be sent to a particular school. Now her husband, her grandfather says no, the child has to be sent to a different school. This is the matter of tussle in the morning. കൊച്ചു കാര്യങ്ങളാണ്. ഏത് സ്കൂളിൽ വിടണം. എന്തായാലും എല്ലായിടത്തും സമാധാനം കിട്ടു, സന്തോഷമില്ല, സ്നേഹമില്ല. യു ലുക്ക് ഇൻ ടു ഇറ്റ്. ബി പ്രാക്ടിക്കൽ. നമ്മൾ ഈ ചുമ്മാതെ ഒത്തിരി വി bring on lot many things, not going into the practical side of it. It will not work out. The practical side ഒന്ന് നോക്കിക്കേ, ശരിക്കും നമുക്ക് സ്നേഹം വല്ലതും ഉണ്ടോ? Honestly speaking, yesterday evening I was sitting on my own. I was thinking about myself. Do I really have that love? See, in to the first church, you look into it in Revelations, ആദ്യത്തെ സഭയ്ക്കായിട്ടുള്ള ദൂത് എഴുതുമ്പോഴേ ഒത്തിരി ഗുണഗണങ്ങൾ അവർക്കുണ്ട്. Lots of good things. 8 good things are there with them. ഒറ്റ കാര്യം അവർക്ക് കുറവായിട്ട് കർത്താവ് പറയുക. What is that? നിങ്ങളുടെ ആദ്യ സ്നേഹം നഷ്ടമായി പോയി. ഇറ്റ് കൗണ്ട്സ് എ ലോട്ട്. നമ്മൾ വിചാരിക്കരുത് ബാക്കി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഒത്തിരി മുൻനിരയിലാണ്. വി ആർ ദെയർ ഇൻ ദ ഫ്രണ്ട് ലൈൻ, ഇതെല്ലാം ഉണ്ടായേക്കാം. ബട്ട് ദെൻ സ്നേഹം പോയാൽ ഇറ്റ്സ് ഓൾ ഗോൺ. വെൻ ഐ സ്റ്റാൻഡ് ഹിയർ ഇൻ യുവർ പ്രസൻസ്, ഇൻ യുവർ ഫ്രണ്ട്, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കും ആസ് എ സെർവൻറ്റ് ഓഫ് ഗോഡ്, ആസ് എ സെർവൻറ്റ്. If I don't have that real time love to you, എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. My dear ones, be serious with your life journey. നിസ്സാരമായിട്ട് കാണരുതേ. It seems to be hurting that on a Sunday we all are there. ഒറ്റ മീറ്റിങ്ങിന് ആരെയും കാണത്തില്ല. ദുഃഖകരമായ സത്യമാണ്. ആരുമില്ല. ആർക്കു വേണ്ടിയാണ് നമ്മളിതൊക്കെ നടത്തുന്നത്? It's not for us. I fear when we say about correctionനെ കുറിച്ച് പറഞ്ഞു വരുമ്പം ഒത്തിരി പേർക്ക് അതങ്ങോട്ട് രസമായി തോന്നത്തില്ല. But that has to be there. ദയവ് ചെയ്ത്, as the servant of God was telling, humbly we request, നിങ്ങളോട് എളിയ ദൈവത്തിൻ്റെ ദാസന്മാരായി, ഞങ്ങൾക്കിതിനകത്ത് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, honestly speaking. പക്ഷേ for sure we all are struggling somewhere or the other. നിങ്ങൾ നോക്കിക്കോ, എവിടെങ്കിലുമൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. How to overcome that struggle? There is only one way. We need to be close to God. You cannot be a Sunday Christian. ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞോട്ട് ഒരു ഫെലോഷിപ്പിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മാറി നമ്മുടെ വഴിയിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചിട്ട് യു കാൺ ബി കമ്മിങ് ഓൺ എ സൺഡേ ആൻഡ് ബി ക്ലോസർ ടു ഗോഡ്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന, ദൈവം നിർണയിച്ചിരിക്കുന്നതാണ് ദൈവിക കൂട്ടായ്മ. ജീസസ് ക്രൈസ്റ്റ് നമ്മളെക്കാളുമൊക്കെ പ്രാപ്തനായിരുന്നു. ഒറ്റയ്ക്ക് തനിക്ക് സഞ്ചരിക്കാം. He was a son of God. ആരെയും തന്നെ കൂടെ വേണമെന്നൊന്നും ഇല്ല. But then look into Jesus Christ. തന്നോടൊപ്പം ആരുണ്ട്? 12 പേര് എപ്പോഴും കാണും. Be it in the Lazarus house, be it in any other place, 12 പേര് കൂടെ കാണും. ചില വേളകളൊക്കെ 3 പേരെ താൻ കൂടെ കൊണ്ടുപോകും.
Why? Fellowship is required. My dear ones, humbly, along with what the servant of God said, ഞാനും കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ, ഒത്തിരി ഞങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. If you think, honestly speaking, ഞാൻ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഭൃത്യൻ എൻ്റെ വഴികളിൽ എവിടെയെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ ഐ ഗിവ് യു എല്ലാ ഫ്രീഡവും നിങ്ങൾക്ക് തരിക. ടെൽ മീ, യു ടോക്ക് എ ലോട്ട്, സെർവൻ്റ് ഓഫ് ഗോഡ്, യു ടോക്ക് എ ലോട്ട്, ബട്ട് ഡു യു ഹാവ് എനി പ്രാക്ടിക്കൽ ലൈഫ് വിത്ത് യു? യു ക്യാൻ ടെൽ മീ സ്ട്രേറ്റ്. ഐ വുഡ് ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി. എനിക്കൊരു ദുഃഖവും തോന്നത്തില്ല. ബിക്കോസ് ഐ know about myself to be a feeble personality, ഒരു സാധാരണ മനുഷ്യനാണ്. But my dear ones, again and again, we speak gently, politely, ഒത്തിരി താഴ്മയോടെ, humbly. Don't be an ordinary Sunday Christian. സ്തോത്രം. Living it apart, we come to the word 2 Corinthians chapter 5 and verse 7. For we walk by faith, not by sight. For we walk by faith, not by sight. നമുക്ക് നന്നായി പരിചയമുള്ള ഒരു വാക്യമായത്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നു. The other day we met a person staying in Kallayam. His name is Varghese sir, around 75 years old, totally blind. But can you believe that he stays on his own in a house? There is a helper. ഒറ്റയ്ക്ക് താൻ ഒരു വീട്ടിൽ കഴിയുക. കാഴ്ചയില്ല, ഒട്ടും കാഴ്ചയില്ല. തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരാളുണ്ട്. ഈസ് നോട്ട് ദെയർ ഓൾവേസ്. ഹി നോസ് ദി ഹോൾ ഓഫ് ദറ്റ് ഹൗസ്. മുകളിലത്തെ നില തൊട്ട് താഴത്തെ നില വരെ മൊത്തം അറിയാം. ഈ വീടൊന്നും താൻ കണ്ടിട്ടില്ല. No, he walks. He is a retired school teacher. കാഴ്ചയില്ലാത്ത മനുഷ്യനാ, ഭയങ്കര അസാധാരണ കഴിവാ. He runs a welfare community center in Kallayam, wherein 9 blind sisters are there. They all stay in the upper room. എല്ലാം മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. സഹായത്തിനായി 1-2 പേരുണ്ട്. ഒട്ടും കാഴ്ചയില്ല ഇവർക്ക് ആർക്കും. We went there, 3-4 of us, we went there. അവരുടെ കൂടെ ഞങ്ങൾ കുറേ സമയം ചെലവഴിച്ചു. എന്തൊരു പ്രത്യാശ, എന്തൊരു നിറവാ അവർക്ക്. ഒന്നും കാഴ്ചയില്ല. They move. അവർക്കറിയത്തില്ല ഇവിടെ വന്നിട്ട് മുൻപോട്ടൊരു ചുവട് വെച്ചാൽ അവർ താഴേക്കും അറിയും. They don't know about it. But somewhere they sense that. ഞാൻ അവിടെ വാക്ക് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഒരു സ്ഥലത്ത് വന്നാൽ they have that feel that something is there ahead. ഇത്ര കൂളായിട്ട് ആ മനുഷ്യൻ നടക്കുന്നത്. How could he be walking being a blind? എങ്ങനെ ആയിരിക്കും? നമ്മുടെ കണ്ണൊന്ന് കെട്ടി നോക്കിക്കേ. ഇറ്റ് ഇസ് സോ ഡിഫിക്കൾട്ട് ഫോർ അസ്. ബുദ്ധിമുട്ടാ, നമുക്ക് നടക്കാൻ കഴിയത്തില്ല, ഭയന്നു പോകും. ഐ റിമെമ്പർ ഹാവിങ് പ്ലേഡ് എ ഗെയിം വിത്ത് ബൈബിൾ കോളേജ് സ്റ്റുഡൻസ്. അവരെൻ്റെ കണ്ണ് കെട്ടി, എനിക്ക് കാഴ്ചയില്ല. ഐ നീഡ് ടു ടേക്ക് സംതിങ് ഫ്രം എ ഹെഡ്. ഞാൻ സ്ട്രഗിൾ ചെയ്തു. ഞാൻ കണ്ണ് കെട്ടിയപ്പോൾ തന്നെ ഞാൻ ഭയന്നു പോയി. നോ 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 ബാക്കിയെല്ലാം നമുക്ക് സഹിക്കാം, കാഴ്ചയില്ല എങ്കിൽ ഇറ്റ്സ് ഗോൺ. We walk by faith, not by sight. See, faith is one thing which makes us different. നമ്മളെ വളരെ വ്യത്യസ്തമാക്കുന്നത് one thing is faith ആണ്. Faith proves the difference in our walk. നമ്മുടെ നടപ്പിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. Faith has to be highlighted. It needs to be limelighted. ഏറ്റവും ഫോർ ഫ്രണ്ടിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു ഘടകമാണ് ഫെയ്ത്ത്. ഫെയ്ത്ത് ഇല്ല എങ്കിൽ ഇറ്റ്സ് ഓൾ ഓവർ, ഇറ്റ്സ് ഗോൺ, നത്തിങ് ഇസ് ലെഫ്റ്റ്. നോർത്ത് നോക്കിക്കേ, വി സാങ് ബ്യൂട്ടിഫുള്ളി. നമ്മളെല്ലാവരും ഇൻ ഹാർമണി വി സാങ് ടുഡേ മോർണിംഗ്, അല്ലേ? നല്ല മനോഹരമായ സമയമായിരുന്നു. ദാറ്റ്സ് ഓൾ കറക്റ്റ്. ബട്ട് the lyrics of that particular song, അതിനകത്തുള്ള വരികളെ ശരിക്കും ഹൃദയത്തിൽ സ്പർശിച്ച് അന്തരാത്മാവിൽ അതിനെ ഗ്രഹിച്ച് നാം ആ വരികളെ ഉച്ചരിക്കുന്നതും വെറുതെ നാം ഒരു സിംഫണിയിൽ നമ്മൾ പാടുന്നതും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. There is a vast difference. What makes the difference? Faith in the verses. And it was written not by ordinary people, അവരുടെ ജീവിത അനുഭവത്തിൽ, from their experience they have written it.
നമ്മൾ പാടുമ്പോൾ നിസ്സാരമായിട്ട് പാടി വിടാറുണ്ട്. We look into the tone and tune of that, but much more than that, അതിനകത്തെ വാക്കുകൾക്ക് ഭയങ്കര ഗാംഭീര്യമുണ്ട്. My dear ones, faith makes the difference. Now, in Habakkuk chapter 10 and verse 38, it says, now the just shall live by faith. എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. But if any man draws back, Hebrews chapter 10 and verse 38. I think I said Habakkuk, sorry. Hebrews chapter 10 verse 38. But if any man draws back, my soul have no pleasure in him. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. I don't have any pleasure in him. I'm not pleased with him. എനിക്ക് അവനോട് ഒട്ടും താല്പര്യമില്ല. It's the word of God. So look into the life of Judas Iscariot. Don't be thinking that he was not faithful, he was not having faith. No. When Jesus Christ called him, ആ വാക്കിൻ്റെ പുറത്തെല്ലാം ത്യജിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയവനാണ്. പക്ഷെ എവിടെയോ വന്നപ്പോഴേ he lost his faith. അതുകൊണ്ടാണല്ലോ താൻ തൻ്റെ നിലനിൽപ്പിന്, no, for his existence, അവൻ സമ്പത്ത് മോഷ്ടിക്കുവാൻ തുടങ്ങി. He thought about his future. നാളെ ഈ പറയുന്ന യേശുവൊക്കെ അങ്ങ് പോയേക്കും, what will happen to my future എന്നുള്ള ചിന്ത നിമിത്തമായിരിക്കണമല്ലോ താൻ അതിനകത്തുനിന്ന് മോഷ്ടിക്കുവാൻ തുടങ്ങിയത്. Even when we say we are Christians, even when we walk with Christ, very often ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യത്തെയോ തൻ്റെ മഹത്വത്തെയോ എവിടെയൊക്കെയോ നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ നാം തന്നെ സെക്കൻഡറി ആയി കാണുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. Just being a disciple, being called an apostle was not enough. He was always there with Jesus Christ for more than 3+ years. Nothing was working out for him. His lust for money, തൻ്റെ സമ്പത്തിനോടുള്ള ദ്രവ്യത്തോടുള്ള ആഗ്രഹം വർദ്ധിക്കാൻ തുടങ്ങി. എന്ത് കണ്ടാലും താൻ he would be calculating it on a monetary aspect ആണ്. എന്ത് കണ്ടാലും ആ ചിന്താഗതിയിലേക്ക് പോയി. See, God was not pleased with him. Although Jesus Christ allowed him, let him move around, തൻ്റെ വഴികൾ താൻ നടക്കട്ടെ, ഒരു വേളയിൽ പോലും ജീസസ് ക്രൈസ്റ്റ് didn't give a warning to him. ഒറ്റ വാണിംഗ് താൻ കൊടുത്തില്ല. തനിക്ക് കിട്ടിയ ഫ്രീഡത്തെ താൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, ദുർവിനിയോഗം ചെയ്തു. And what happened at the end? ദൈവത്തിന് ഒരുവനിൽ പ്രസാദമില്ലാതെ പോയാൽ അവൻ ആരുടെ കയ്യിലെ ആയുധമാകും? സേറ്റന്റെ കയ്യിൽ ചെന്നകപ്പെടും. See, Satan tricked him. അവനെ വശീകരിച്ചു, തന്ത്രപൂർവം കൈവശമാക്കി അവനെ ദുരന്തത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ച പിശാചിന്റെ കരം. My dear ones, ഇന്ന് പകൽ ഞാൻ പറഞ്ഞോട്ടെ, even when we say we are walking with Christ, എവിടെങ്കിലും അന്യപ്പെട്ട് നമ്മുടെ പാതയിൽ നടന്നാൽ, കർത്താവിൽ നിന്ന് അകന്നു മാറുകയാണെങ്കിൽ, God would not be pleased with you and me. ഒരു വേർതിരിവും കർത്താവിനില്ല. അവന്റെ വാക്കിന്റെ പുറത്ത് ഇറങ്ങിയതാണല്ലോ, അവൻ എങ്ങനെയാ കൈവിടുന്നത്? നോ, മാക്സിമം ട്രൈ ചെയ്തു. 3 വർഷത്തിൽ പരം ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ടാകണം. യേശു ക്രിസ്തുവിന്റെ വാക്കുകളൊക്കെ ഒത്തിരി താനും കേട്ടിട്ടുള്ള മനുഷ്യനാ. ബട്ട് ഇറ്റ് നെവർ ലിംഗേർഡ് വിത്ത് ഹിം, ഇറ്റ് നെവർ വർക്ക്ഡ് ഔട്ട് വിത്ത് ഹിം. അവസാനം എവിടെ ചെന്നെത്തി? ജസ്റ്റ് ബിക്കോസ് ഹിയറിംഗ് സം വേഴ്സസ് ഓർ വേർഡ് ഓഫ് ഗോഡ് or some messages doesn't matter much. ഞാൻ പറഞ്ഞോട്ടെ, ഒത്തിരിയേറെ വചനം കേട്ടത് കൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. കുറച്ചു മതി. പക്ഷെ കേൾക്കുന്നത് ശ്രദ്ധയോടെ, അയ്യോ എന്നോടുള്ള ദൈവ ശബ്ദമാണല്ലോ. It's what God speaks to me. I am here, Lord. I would like to abide by it. ഞാൻ ആ കരങ്ങളിൽ എന്നെ തരികയാ എന്നൊരു താല്പര്യം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ ദൈവത്തിന് നമ്മളിൽ ക്രിയ ചെയ്യാൻ കഴിയത്തുള്ളൂ. Judas Iscariot started well by faith, but where he landed, എവിടെയോ ചെന്നപ്പോഴേ, he was supposed to be walking by faith, being called by Jesus Christ, but he drew back, and God's Spirit
had no pleasure in him. കർത്താവിന് തന്നോട് ഒരു താല്പര്യവും തോന്നിയില്ല. താൻ നാശത്തിലേക്ക് പോയി എത്തി. ഇറ്റ്സ് എ വാർണിംഗ്. നമ്മൾ ദൈവത്തോടൊപ്പം തുടങ്ങി ഒക്കെ നല്ല കാര്യമാണ്. ബട്ട് ഓൺ ദ വേ ഇടയ്ക്ക് ജസ്റ്റ് ഹാവ് എ സെൽഫ് എക്സാമിനേഷൻ. ഇപ്പോഴും ഞാൻ കർത്താവിൻ്റെ കൂടെയൊക്കെയാണോ? കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഏറ്റവും അധികം കർത്താവിനെ ആണോ സ്നേഹിക്കുന്നത്? യെസ്, യു നീഡ് ടു ലവ് ഗോഡ് ദ മോസ്റ്റ്. I tell you again and again, emphatic ആയിട്ട് ഞാൻ പറഞ്ഞോട്ടെ, ആരെക്കാളും, എൻ്റെ ഭാര്യയെക്കാളും കുഞ്ഞുങ്ങളെക്കാളും എൻ്റെ കുടുംബത്തെക്കാളും ആരെക്കാളും അപ്പുറം സ്നേഹിക്കേണ്ടത് നമ്മുടെ ദൈവത്തെയാണ്. ദൈവത്തെ സ്നേഹിക്കണം. റെസ്റ്റ് ഓൾ ടെമ്പറൽ. മനുഷ്യരെല്ലാം ടെമ്പറലാണ്. എത്ര വലിയവർ, എത്ര സ്നേഹം ഉള്ളവനാന്ന് പറഞ്ഞാലും ഒരു നാൾ അവർ നമ്മളെ വിട്ടുപോകും. പക്ഷെ ഒരിക്കലും നമ്മളെ കൈവിടാത്ത ഒരുവനുണ്ടെങ്കിൽ അത് നമ്മളുടെ കർത്താവ് മാത്രമേ കാണത്തുള്ളൂ. Love him the most. ഒത്തിരി സ്നേഹിക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് പറയണം, കർത്താവേ എനിക്ക് എൻ്റെ അപ്പനോട് സ്നേഹമാണ്, അപ്പാ എനിക്ക് അങ്ങയോട് ഒത്തിരി സ്നേഹമുണ്ട്. ഒക്കെ ഒന്ന് പറയുന്നൊരു ശീലം നമുക്കുണ്ടാകണം. അറിഞ്ഞോണ്ട് പറയണം, അറിഞ്ഞോണ്ട് പറയാം. Let the spiritual realm hear that. പൈശാചിക മണ്ഡലം കേൾക്കണം. നമ്മുടെ ഈ വാക്കുകളൊക്കെ പിശാച് കേൾക്കണം. അത് എൻ്റെ പിതാവേ, എനിക്ക് എൻ്റെ അപ്പനോട്, എൻ്റെ സ്വർഗത്തിലെ പിതാവിനോട് എനിക്ക് ഏറ്റവും അധികം സ്നേഹമാണ്. എനിക്ക് എൻ്റെ അപ്പനെ കൂടാതെ എനിക്കൊരു നിലനിൽപ്പില്ല, എനിക്ക് അസ്തിത്വമില്ല. എനിക്ക് എൻ്റെ പിതാവിനെ അധികമായി 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 എനിക്ക് വേണം എന്ന് നിലവിളിച്ചു പറയണം. അങ്ങനതും പറഞ്ഞൊരു പരിശീലനം ഉണ്ടാകണമേ. Or else our love is for a selfish reason ആയി മാറും. എന്തെങ്കിലുമൊക്കെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിക്കരുത്. The just shall live by faith. എൻ്റെ നീതിമാൻ വിശ്വാസത്താലാ ജീവിക്കുന്നത്. ഞാൻ ഈ വചനം വായിച്ചു വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, ആദ്യമായിട്ട് വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെച്ച മനുഷ്യൻ ആരാ? Somebody could say first person in scripture whom you think is the one who started walk by faith. Abraham, right? Abraham, നോക്കിക്കേ. Which chapter is that? എബ്രഹാമിന്റെ എവിടെയാ തുടങ്ങുന്നത്? Genesis chapter 12. വായിച്ചാട്ടെ, ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. Now the Lord had said to Abram, Get out of your country. Get out of your country. ദൈവം തന്നോട് പറയുകയാണ്, ഇത്രയും നാൾ സ്ഥാപിതമായ തന്റെ ഇഷ്ടപ്രകാരം കഴിയുന്ന ഒരു രാജ്യത്തെ വിട. Get out of your country. Yeah. From your family. From your family. And from your father's house. And from your father's house. To a land that I will show you. To a land that I will show you. I'm not showing you now, but I will show you. എബ്രഹാമിനോടുള്ള വാക്കാണ്. ഇങ്ങനെയൊക്കെ കേട്ടാൽ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുമോ? Although we are called to be believers, ഇങ്ങനൊരു വാക്ക് നമ്മൾ കേട്ടാൽ നമ്മൾ പുറപ്പെടുമോ? It would be difficult. Let me tell you, it would be difficult. ഒന്നുമില്ല, ഒന്നും കാണാനില്ല, എങ്ങോട്ടാ പോകുന്നത് അറിയത്തില്ല. യെസ്, നമുക്ക് പോളണ്ടിലേക്ക് if we have a chance and opportunity, we would step in. Why? Because there is for Poland, there is a destination. നമ്മുടെ മുൻപിൽ വ്യക്തതയുള്ള ഒരു ലക്ഷ്യസ്ഥാനമുണ്ടെങ്കിൽ we would step in. മോനെ, all these small ones you are not supposed to walk. Please, Febin. മോനെ, Febin, come to your seat. All the children you are not supposed to walk in the church. Please. See, now the Abraham starts his walk by faith. എനിക്ക് നോട്ടമൊന്നുമില്ല, ദൈവം വിളിച്ചു, ഇടത്തോ വലത്തോ ഒന്നും നോക്കുന്നില്ല, വാക്കിന്റെ പുറത്ത്. He moves. That's the first man who walked by faith. You look into ahead, അതിന്റെ നാലാമത്തെ വാക്യത്തിലേക്ക് വന്നാലേ. So Abram departed as the Lord had spoken to him. But enough. Abraham departed as Lord had spoken to him. ദൈവം പറഞ്ഞതുപോലെ തന്നെ ഇറങ്ങി അങ്ങ് പുറപ്പെട്ടു. ഒന്നും നോക്കുന്നില്ല. ഇത് ഫെയ്ത്ത് അല്ലയോ?
അസാധാരണ ഫെയ്ത്ത്. ഒന്നും നോക്കാനില്ല, ആരെയും നോക്കുന്നില്ല. ആരുണ്ട്? മറ്റൊരു ദേശത്തേക്ക് ഞാൻ പോയാൽ ഐ ഹാവ് ഗോട്ട് someone out there in Syria എന്ന് പറഞ്ഞൊന്നും മൂവിയല്ല. സ്ട്രേറ്റ് അവേ ലീവ്സ്. വിശ്വാസത്തിന് അങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്കുണ്ട്. നോ, ഫെയ്ത്ത് does not need a destination. Faith does not need a വ്യക്തതയുള്ള ഒരു ലക്ഷ്യസ്ഥാനം ഫെയ്ത്തിനുണ്ടാകണമെന്നില്ല. ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നു, പുറപ്പെടുന്നു. Rest, God takes care. And again we read about Abraham in Hebrews chapter 11 and verse 8. By faith, Abraham obeyed when he was called to go out to the place which he would receive as an inheritance. As an inheritance, obeyed. And he went out, not knowing where he was going. എവിടെ പോകുക ഒന്നും അറിയാതെ. നോർത്ത് നോക്കിയാൽ നമ്മൾ ഇവിടുന്ന് ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പം we have got a destination, isn't it? We have got a house to go in. ഇത് എബ്രഹാമിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യക്തതയൊന്നുമില്ല. പോയി, കണ്ണുമടച്ചു പോയി. That is faith. Faith എന്ന് പറഞ്ഞാൽ it's something different. It doesn't have any positive object in your front. It is basically subjective. But then there is deep within. എന്തോ നമ്മുടെ യാഗം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. Why? What could be the reason of Abraham moving ahead? എന്തായിരിക്കും എബ്രഹാം ഇങ്ങനെ നീങ്ങാനുള്ള കാരണം എന്തായിരിക്കും? Because he knew somewhere, he had got the insight of the one who called him. തന്നെ വിളിച്ചത് ആരാണെന്ന് എബ്രഹാമിന് ഭയങ്കര ബോധ്യമുണ്ട്. ഇതെൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചത്. മൈ ഡിയർ വൺസ്, നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ കീറാമുട്ടിയായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നാം ഇപ്പോൾ വന്ന് നിൽക്കുന്നതെങ്കിൽ, I tell you, you might not be having anything in front, but deep within നമുക്ക് ബോധ്യമുണ്ട്, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്, എന്നെ വഴി നടത്തും, എന്നെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി എത്തിക്കും, എന്നെ ഹല്ലേലൂയ താൻ താങ്ങുന്നുണ്ട്, ഞാൻ ആ കൈകളിൽ ഭദ്രമാണ് എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ why should we be ഹല്ലേലൂയ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? There is nothing for us to fear. എബ്രഹാം ഒറ്റ വാക്കിന്റെ പുറത്ത് തന്റെ അപ്പനായ തേരഹനോട് പോയി അഭിപ്രായമൊന്നും ചോദിച്ചില്ല. He doesn't look into തേര. വാക്ക് കേട്ടു താൻ പുറപ്പെട്ടു. നിർഭാഗ്യവശാൽ തന്നോടൊപ്പം മറ്റൊരുവിനും കൂടെ പുറപ്പെട്ടു. ആരാ? ലോത്താണ്. That was an unfortunate incident. He was not supposed to be accompanying him. എബ്രഹാമിനെ സംബന്ധിച്ച് ആരെയും തനിക്ക് നോട്ടമില്ല. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. You need not be having an influential person with you. ആരുടെയെങ്കിലും വലിയ ദൈവദാസന്മാരുടെ ശബ്ദമൊന്നും കേൾക്കണമെന്നൊന്നുമില്ല. ആരുമില്ലെങ്കിലും ഒറ്റ പുറപ്പടിയിലാണ്. ഹല്ലേലൂയ. It will work out. എബ്രഹാമിനെ സംബന്ധിച്ച് ഈ വാക്കിന്റെ പുറത്ത് താൻ ഇറങ്ങി ചുവട് വെച്ചു. There are people here listening to me. എവിടെയൊക്കെയോ നമ്മളിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയോടെ, what to be doing now, where to be going now, how to start with, who is there with me, who is going to call me എന്നൊക്കെയുള്ള ഒത്തിരി ചിന്താകുലങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പലരുമൊക്കെ ഇവിടെ ഉണ്ട്. But let me tell you, not to be worried. The same God of Abraham, അതേ എബ്രഹാമിന്റെ ദൈവം, ഹല്ലേലൂയ, എബ്രഹാമിന്റെ ദൈവത്തെ പിതാവെന്ന് വിളിപ്പാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. For us, it's like my father, Abba, Papa. I used to call my daddy Papa.
എന്നെൻ്റെ അപ്പനെ വിളിച്ചാൽ ഹല്ലേലൂയ, എൻ്റെ വാക്കിൻ്റെ അടുക്ക നിൽക്കുന്ന ഒരു പിതാവാണെങ്കിൽ എന്താ മോനെ കുഞ്ഞിന് എന്തോ വേണം, എൻ്റെ കുഞ്ഞു പ്രായമാ, കുറച്ചുകൂടെ പ്രായം, മോനെ എന്തോ വേണം, മൈ ഡാഡ് യൂസ് ടു ആസ്ക് മീ. അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗീയ ഡാഡ്, ഈ സ്വർഗത്തിലെ പിതാവ് ഹല്ലേലൂയ നമ്മുടെ വാക്കിൻ്റെ പുറത്ത് നമ്മളൊരു വിളി വിളിച്ചാൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണ്, നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവനാണ്, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ഇന്നും താൻ പ്രാപ്തനാണ്. മൈ ഡിയർ വൺസ് ഹല്ലേലൂയ, ഭാരപ്പെടരുത്, ചിന്താകുലരായിട്ട് കഴിയരുത്, ഭാരങ്ങൾ ഇറക്കി വെക്ക. നമ്മളെ ഒരുവൻ വിളിച്ചിട്ടുണ്ട്, അവൻ വിശ്വസ്തനാണ്. He will not move around, he will not be going back. അവൻ നമ്മൾ വിട്ടുമാറത്തില്ല. അവനാണ് വിളിച്ചതെങ്കിൽ he is faithful and faithful and faithful. വിശ്വസ്തനാണ്. We need to walk by faith. എബ്രഹാം പുറപ്പെട്ടു, ആരെയും നോക്കിയില്ല. And what was his end? എബ്രഹാമിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ മനസ്സിൽ വന്ന ചിന്ത അന്നേരം ഞാനൊന്ന് കുറിച്ചു വെച്ചു. One man's faith journey formed the whole community of God's people, Israel. ഒറ്റ മനുഷ്യൻ്റെ വാക്ക്, ആ വാക്ക് കേട്ടതിനാൽ എന്നുള്ളത് ഹോൾ ഓഫ് ദി ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ജനമായിട്ട് അവർ രൂപീകരിക്കപ്പെട്ടു. ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. അവിടെ അങ്ങോട്ട് തീർന്നില്ല. Again, hallelujah, hence the whole generation of Israelites and the spiritual Israelites, നാമാകുന്ന ആത്മിക ഇസ്രായേലിയര് are reaping the rewards from Abraham's steps in faith. നോക്കിക്കോണേ, എബ്രഹാമിന്റെ വിശ്വാസത്താൽ ഉള്ള ചുവടുവെപ്പാണ് നമ്മുടെയും ബ്ലെസ്സിങ്ങിന് കാരണമായി തീർന്നത്. Are you blessed? Are you blessed? How many of do you think that really you are blessed? For me, I am 101%. I am blessed. I am blessed. I am blessed. We are blessed. നമ്മുടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. നോക്കിക്കോണേ, എബ്രഹാമിന്റെ ഒറ്റ ചുവടുവെപ്പിനാൽ അവിടെ കൊണ്ട് തീർന്നില്ല. 2000 വർഷത്തിന് മുമ്പ് യേശു ക്രിസ്തു മുഖാന്തരമായിട്ട് നൽകപ്പെട്ട ആ സൗജന്യമായ രക്ഷ നിമിത്തം for us we became spiritual Israelites. അതുകൊണ്ടാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏത് വഴികളിലും നമ്മെ കാക്കേണ്ടതിനായി ഹല്ലേലൂയ ദൈവം നിർത്തിയിരിക്കുക ദൂതഗണങ്ങളെ നമ്മെ പരിപാലിക്കേണ്ടതിനായി ദൂതന്മാരോട് അവൻ കൽപ്പിക്കുന്നവനാണ്. നമുക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കേണ്ടതിനായി സ്വർഗത്തിലെ പിതാവ് തന്നെ നേരിട്ടിറങ്ങി ഹല്ലേലൂയ വഴികളെ തുറക്കുന്നവനാണ്. സ്വർഗത്തിലെ പിതാവിന്റെ വഴികൾ അടഞ്ഞു പോയിട്ടില്ല. Don't ever be thinking that hallelujah everything is close-setted, now there is no way ahead. ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരോട് let me tell you in spirit, അങ്ങനെ തീർന്നിട്ടൊന്നുമില്ല, തീരത്തൊന്നുമില്ല, ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. Something is there ahead for you. That's the start of the journey. Abraham started by faith. Hallelujah. And again, Abraham was tested. When you look into Abraham chapter 11, Hebrews chapter 11 and verse 17 to 19. By faith, Abraham, when he was tested, offered up Isaac, and he who had received the promises offered up his only begotten son, of whom it was said, in Isaac your seed shall be called, concluding that God was able to raise him up even from the dead, from which he also received him in a figurative sense. Okay, Abraham തനിക്ക് ദൈവം നൽകിയ വാഗ്ദത്ത സന്തതിയാകുന്ന ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ ദൈവം പറഞ്ഞപ്പോഴേ എന്തോ വിശ്വാസമാണ്. ആരോടും ചോദിക്കുന്നില്ല. തൻ്റെ ഭാര്യയാകുന്ന സാറയോട് പറഞ്ഞാൽ ഇത് പാടും. He knew it well. So what he did is that on his own took his son, young son, നടന്നങ്ങ് പോകുകയാണ്. നോട്ടം എവിടെയായിരിക്കും? ഒറ്റ ഒരിടത്തെ എനിക്ക് നോക്കാനുള്ളൂ, തന്നെ വിളിച്ച ആ ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് he went ahead. He went ahead. You read verse 18 once again. Of whom it was said. Of whom? Of Isaac it was said. In Isaac your seed should be called. In Isaac
ഷീഡ് ഷാൽ യുവർ സീഡ് ബി കോൾഡ്. ഈ നോക്കിക്കേ, മലയാളത്തിൽ ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ഇസഹാക്കിൽ നിന്ന്. അപ്പം ഇസഹാക്കിന് ഇവിടെ കൊണ്ട് ഭാവി തീരത്തില്ല. ജനസിസ് 21:12 ആണ്. യുനോ ദാറ്റ്സ് എ പാരഫ്രേസ് ഗിവൺ ഔട്ട് ഹിയർ. അപ്പം അവിടെ പറഞ്ഞിട്ടുണ്ട്, നോ, ഈ ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിനക്ക് സന്തതി എന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇത് തനിക്ക് അകത്തറിയാം. God has said something, ദൈവം മാറത്തില്ല. ആകാശം മാറും, ഭൂമി മാറും, എല്ലാവരും മാറും, സകലത്തിനും വ്യതിയാനം ഉണ്ടായേക്കാം. ബട്ട് ഗോഡ് നോ, താൻ മാറത്തില്ല. ഇത് എബ്രഹാമിന്റെ ഭയങ്കര ഉറപ്പാ. If somebody you have been promised something, എവിടെങ്കിലും ഒരു പ്രോമിസ് നമുക്കുണ്ടെങ്കിൽ ക്ലിങ് ഓൺ വിത്ത് ഇറ്റ്. ആ പ്രോമിസിൽ കയറി പിടിച്ച് കിടക്കണം കേട്ടോ. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യുവർ ജേർണി മേ ബി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. ബട്ട് ആ പ്രോമിസ്, എവിടെയോ നമുക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദത്തം, അതിൽ കയറി പിടിച്ച് തൂങ്ങിക്കിടക്കണം, പിടിച്ച് തൂങ്ങണം. ഇടയ്ക്കൊക്കെ ആ വാഗ്ദത്തം ഉരുവിടണം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. എബ്രഹാം ആ വാഗ്ദത്തത്തെ കയറി മുറുകെ പിടിച്ചു. മകനെ കൊണ്ടുപോകുമ്പോഴും ഇതേ ജനസിസ് 21:12 നമ്മളിപ്പോ വായിച്ചത്, ഹല്ലേലൂയ, ആ വാക്കിനകത്ത് കയറി പിടിച്ചു കടന്നു. ഇസഹാക്ക് മുഖാന്തരം ഉണ്ടായി വരാൻ പോകുന്ന എനിക്ക് തലമുറകൾ ഉണ്ട്. തനിക്കറിയാം ഇനിയും ഈ മകനെ. അതാ നമ്മൾ when we read Hebrews chapter 11 and verse 19 തിരികെ വന്നൊന്ന് വായിച്ചാലോ. Hebrews chapter 11 and verse 19. Concluding that God was able to raise him up even from the dead. See, God is able to raise him up even from the. ഞാൻ അവനെ യാഗമർപ്പിച്ചിട്ട് ആ തീച്ചാമ്പലിലൂടെ, ആ ചാരത്തിലൂടെ, ത്രൂ ദാറ്റ് ആഷസ്, ദൈവത്തിന് ആ തന്നെ പൊക്കിയെടുക്കാൻ പ്രാപ്തിയുണ്ടെന്നുള്ള വിശ്വാസം ആർക്കുണ്ടായിരുന്നു? എബ്രഹാമിനുണ്ടായിരുന്നു. നോക്കിക്കൊരു അസാധാരണ വിശ്വാസം അല്ലയോ? See, extraordinary faith, my dear ones. When we say God എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is not like an ordinary, എവിടെയൊക്കെ ലോകത്തിൽ മാറ്റപ്പെടേണ്ട ഫ്രജൈലായിട്ടുള്ള ഷിബു എന്ന വാക്ക് പോലൊന്നുമല്ല ഗോഡ് എന്ന് നിസ്സാരമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന പേരിനെ അത്രയും പോലും മൂല്യം കൊടുക്കാതെ പലപ്പോഴും ഗോഡ് എന്നൊക്കെ നാം ഉച്ചരിക്കുന്നത്. But let me tell you, ഗോഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ you should be knowing who God is. തന്റെ പ്രാപ്തിയെ കുറിച്ചൊരു ബോധ്യം നമ്മുടെ യാഗത്തളത്തുണ്ടാകണം. മരിച്ചു പോയാൽ, എന്റെ കുഞ്ഞ് ചാമ്പലായാൽ, ആരുമില്ലെന്ന് പറഞ്ഞാലും എനിക്കറിയാം എന്റെ സ്വർഗത്തിലെ പിതാവ് ഈ കുഞ്ഞിനെ അതിൽ നിന്ന് പൊക്കിയെടുത്ത് ഒരു പൈതലാക്കി നിർത്താൻ തനിക്ക് പ്രാപ്തിയുണ്ടെന്ന് എബ്രഹാമിന് അന്തരാത്മാവിന് ബോധ്യമുണ്ട്. That is faith. Not simply declaring. ദൈവമുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാകത്തില്ല. It has to be proved. ദൈവമുണ്ട്. God is there. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും ഉപേക്ഷിക്കാതെ അവരെ കൈക്കൊള്ളുന്നവനാണ് ഈ ദൈവം. ദൈവത്തെ വിളിക്കുന്നുണ്ടോ? ഫെയിൽ ആകത്തില്ല. You won't fail. No, you won't fail. ഫെബിന, you won't fail മോളെ. ദൈവത്തെ വിളിക്കുന്നുണ്ടോ? പറയണം മാറി, അപ്പാ എന്നെ സഹായിക്കണം. This 10th standard Lord, whatever I get, എനിക്ക് ഏത് ഗ്രേഡ് കിട്ടിയാലും I will glorify your name. പറഞ്ഞിട്ട് നോക്കിയാൽ മതി, കർത്താവ് അത് ചെയ്യും. God will do that. അബ്രഹാമിന്റെ വിശ്വാസം കൊണ്ടോ എക്സ്ട്രാ ഓർഡിനറി അല്ലയോ? Why? When we've heard something, when some word from the scripture has come to you as a rhema, നമ്മളോട് വ്യക്തിപരമായി ഒരു റേമ. You know the difference between rhema and logos അല്ലേ? ലോഗോസ് എഴുതപ്പെട്ട വചനം, റേമ നമ്മളോട് പറയപ്പെടുന്ന വചനം. ദൈവം നമ്മളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വചനത്തിൽ അതിനകത്ത് കയറി പിടിച്ച് തൂങ്ങിക്കിടക്കണം. ഒന്നും കാണത്തില്ല. You're not seeing anything. But then, no, it's what God, my father, has spoken to me. എബ്രഹാം അവിടെയാണ് പിടിച്ചു നിന്നത്. മറ്റെന്താ എബ്രഹാമിനുള്ളത്? It's going to be a reality. എബ്രഹാം ഷോ ഓഫ് ഒന്നുമല്ല.
ഇന്ന് നമ്മളെ ഇസഹാക്കിനെ കുറിച്ചൊക്കെ കാണിക്കുന്നത് ഡ്രാമ പോലെ കാണിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ ഡ്രാമ ദേർ. ഒരു പെർട്ടിക്കുലർ സിനാരിയോ ഇസ് നോട്ട് ഗെറ്റിംഗ് ഇറ്റ് ഇൻവെന്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ഒന്നുമല്ലത്. ഇറ്റ് ഈസ് എ റിയൽ തിങ്. ആ മകനെ അവിടെ കിടത്തിയിട്ട് അപ്പനാകുന്ന താൻ ഓർക്കണമേ, ഐ എം ഓൾസോ എ ഫാദർ. എൻ്റെ കുഞ്ഞിനെ ഒരു അടി കൊടുത്താൽ പോലും എൻ്റെ അന്തരാത്മാവ് പിടയ്ക്കുമെങ്കിൽ ഒരു കുഞ്ഞിനെ വെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമോ അത്? But then his love for God was so much obedient. ഫെയ്ത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത, obedience would be there in faith. ദൈവം എന്തു പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും, ഒബേ ചെയ്യും. There is no questioning. ഫെയ്ത്ത് പണ്ട് ഹഡ്സൺ ടൈലർ പറഞ്ഞതാ, ഫെയ്ത്ത് laughs at impossibilities. Obedience raises no questions. വിശ്വാസം എന്തുവാ? അസാധ്യങ്ങളെ കണ്ട് ചിരിക്കുന്നു. അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെന്തോ ചെയ്യും? ഭയപ്പെടും. As the servant of God was telling about Goliath, what had happened with Goliath? The whole of the Israelites, King Saul including, അവരെല്ലാം നോക്കപ്പെടെ ഗോലിയാത്ത് 9.5 feet tall, that personality, വലിയ മനുഷ്യന്റെ ആകൃതിയെ കാണുകയാ, അവരെ തൂക്കി നോക്കുകയാ മനസ്സുകൊണ്ടാണ്. കാൽക്കുലേഷൻസ് ആർ ഗോയിങ് ഓൺ. ഈ മനുഷ്യന് എത്ര വെയിറ്റ് കാണും, ഇട്ടിരിക്കുന്ന ഈ ഓർണമെന്റ്സിന് എത്ര വെയിറ്റ് കാണും. They are looking into it. But here comes a young chap, ഒരു കൊച്ചു മനുഷ്യൻ, maybe half of what the height of Goliath was. കൊച്ചൊരു മനുഷ്യൻ വന്നിട്ട് താൻ എന്തുവാ നോക്കി നിന്നത്? ഗോലിയാത്തിന്റെ ഈ മഹിമ കണ്ട സാക്ഷിയായി തീരാൻ തനിക്ക് താല്പര്യമില്ല. He was not ready for that. ഗോലിയാത്ത് അവിടെ നിൽക്കുക. ഈ കൊച്ചു മനുഷ്യൻ വന്നിട്ട് എത്ര പുച്ഛമായിട്ട് നിസ്സാരമായിട്ടാണ് താൻ ഗോലിയാത്തിനെ കാണുന്നത്. What made the difference? എന്തായിരിക്കും എൻ്റെ കാരണം? എന്താ? നല്ല പങ്കും ആൾക്കാർ, ഇസ്രായേലൈറ്റ്സ് മൊത്തം, they started shuddering and it was natural. ആർക്കും ഭയം തോന്നിയേക്കാം. പക്ഷെ ദാവീദ് വ്യത്യസ്തനായി നിലകൊണ്ടു. Why? Because he knew who God was. ഫെയ്ത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ദൈവത്തെ സംബന്ധിച്ചുള്ള ഗ്രാഹ്യമാണ്. സത്യം. ഇനി ഏത് സാഹചര്യമാണെങ്കിലും, എല്ലാം പ്രതികൂലമാണെങ്കിലും, ഒന്നും കാണുന്നില്ല എങ്കിലും, നമ്മുടെ ആകത്തളത്തിൽ നിന്ന് നോ God will work out for the best for me. Romans 8:28, റോമ ലേഖനം 8-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. It should be by heart for us. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് And we know that all things work together for all good. things work together For good. For good. To those who love God. To those who love God. എല്ലാം നന്മയ്ക്ക്. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്ക്. എല്ലാം നന്മയ്ക്ക്. ഇതും നന്മയ്ക്കാ ദൈവമേ. എൻ്റെ അപ്പ എനിക്കൊന്നും കാണുന്നൊന്നുമില്ല, എനിക്കറിയത്തില്ല എന്താ സംഭവിക്കില്ല, പക്ഷെ എൻ്റെ നന്മയ്ക്കാണ്. എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടിയില്ലയോ, അത് നന്മയ്ക്കാണ്. എനിക്ക് ഭാവിക്കുള്ള ദൈവമേ ഒന്നും എൻ്റെ കയ്യിലില്ലെങ്കിലും അത് നന്മയ്ക്കാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് ഭവിച്ചാലും അത് നന്മയ്ക്കാണ്. ഒറ്റ കാര്യം ഉറപ്പ് വരുത്തണം, that you love God. അതിൽ മാത്രം ഉറച്ചോണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ, നമ്മുടെ ലൈഫിലെല്ലാം നന്മയ്ക്ക് വന്ന് ഭവിക്കും. എന്തുണ്ടെങ്കിലും നന്മയ്ക്കാണ്. എബ്രഹാം പാസ്ഡ് ദ ടെസ്റ്റ്. തൻ്റെ മകനെ കൊടുക്കാനിടയായി. ഇറ്റ് വാസ് എ ടെസ്റ്റ് ആക്ച്വലി. സോ ഫെയ്ത്ത് ഹാസ് ഗോട്ട് എ ടെസ്റ്റ്. വിശ്വാസമുണ്ടോ, നമുക്കൊരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ടു ബി പ്രൂവൺ ദാറ്റ് ദ സോ കോൾഡ് ഫെയ്ത്ത് ഇൻ ഗോഡ് വിച്ച് വി വെരി ഓഫൺ പ്രൊക്ലെയിം, അത് ശരിക്കും ഉണ്ട് എന്നറിയപ്പെടാൻ വേണ്ടി ടെസ്റ്റിലൂടെ നമുക്ക് പോകേണ്ടി വരും. We need to be proved in that. ആ ടെസ്റ്റ് വരുമ്പോഴേ ഒഴിഞ്ഞു മാറിപ്പോകരുത്. വലിയവനായ ദൈവത്തിൽ ശരണപ്പെട്ട് ആ സമയത്ത് നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. Now again, I was just going through Numbers in chapter 13, which says about 2 spies. We know overall there were 12 spies who were sent by Moses.
ടു ലുക്ക് ആഫ്റ്റർ ദ പ്ലേസ് കോൾഡ് കേനൻ. അതൊക്കെ ഒന്ന് പോയി ഉറ്റു നോക്കിയിട്ട് നിങ്ങൾ വരണം. അവർ പോയി തിരികെ വന്നു. വി നോ ദ സ്റ്റോറി ഓഫ് ദാറ്റ്. വാട്ട് ഹാപ്പൻ? തിരികെ വന്നു കഴിഞ്ഞപ്പോഴാണ് the thing, pertaining to faith comes into prominence. തിരികെ വന്നു കഴിഞ്ഞപ്പം അവർ കൊടുക്കുന്ന റിപ്പോർട്ടിൽ വ്യത്യാസമുണ്ടായി. All the 10, ആ 10 പേരും വന്നിട്ട് അവിടെയുള്ള ഇൻഹാബിറ്റൻസിനെ കുറിച്ച് വിവരിക്കാൻ തുടങ്ങി. Those who were there. Yeah. The land through which we have gone to search it is a land that eats up the inhabitants thereof. And all the people that we saw in it are men of great stature. വലിയ മല്ലന്മാരാണ് അവരൊക്കെ. അവരെ ഒന്നും നമുക്കൊരിക്കലും പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. ആ സ്ഥലം നമുക്ക് പിടിച്ചടക്കാൻ കഴിയത്തില്ല. It is a natural response. And what makes the other two different from them? So ഞാനിങ്ങനെ അതിനൊരു ഹെഡിങ് കൊടുത്തു. ഫെയ്ത്ത് ഹാസ് എ ഡിഫറെന്റ് ഐ, an abnormal eye. വിശ്വാസത്തിന് ഒരു അബ്നോർമാലിറ്റി ഉള്ള കണ്ണുകൾ കാണും. സാധാരണ മനുഷ്യൻ കാണുന്നത് പോലല്ല ഒരാൾ വിശ്വാസത്തിലുള്ളെങ്കിൽ കാണുന്നത്. അതല്ലേ? That's a difference. എല്ലാവർക്കും ഒരുപോലുള്ള കണ്ണുകളാണ്, ദൈവത്താൽ ലഭ്യമായ കണ്ണുകളാണ്. ഒരുപോലെ പോയി അവർ കണ്ടു, ഒരുപോലെ തിരികെ വന്നു, ഒരുപോലെ തുടങ്ങി. But somewhere the direction changed. എവിടെയോ വന്നപ്പോഴേ അവരുടെ ചിന്താധാര മാറാൻ തുടങ്ങി. Not the ordinary report. No, not the ordinary report. We look into 13 and 30. 30ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. Then Caleb quieted the people before Moses and said, "Let us go up at once and take possession, for we are well able to overcome it." ഇവരുടെ ഈ വലിയ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ കാലേബ് നിശബ്ദനായിട്ട് നിൽക്കുക. അതുവരെ പെട്ടെന്ന് കാലേബ് കണ്ടോ, മോശയുടെ മുൻപാകെ, അവരുടെ ലീഡറാ മോശയുടെ മുൻപാകെ അങ്ങനെ പൊതുവെ ആരും ചലിക്കത്തില്ല. മോശയുടെ മുൻപാകെ ജനത്തെ അമർത്തി, സ്റ്റിൽഡ്, ബി ക്വൈറ്റ്, മിണ്ടരുതിനി ഞങ്ങൾ, നാം ചെന്ന് അത് കൈവശമാക്കുക. ഇതൊന്നും കാലേബിന് വിഷയമല്ല. വാട്ട് കുഡ് ഹാവ് മേഡ് ദ ഡിഫറൻസ് ഇൻ കാലേബ്? വിശ്വാസമാണ്. നമുക്ക് ചെന്ന് അതിനെ കൈവശമാക്കണം, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. ഇറ്റ്സ് നോട്ട് an arrogant, ഒരു ഡിക്ലറേഷൻ ഒന്നുമല്ല. നോട്ട് ഫ്രം arrogance. നമുക്ക് ചെന്ന് എന്ന് പറയുമ്പം നാം സേവിച്ചു വരുന്ന ദൈവത്താൽ നമുക്ക് ചെന്ന് ആ ദേശത്തെ പിടിച്ചടക്കാൻ നമുക്ക് കഴിയും. But the rest of the story ahead is not that good for them. ഈ ജനമെല്ലാം ആക്രോശിച്ചു. അവർക്കത് ഒരു വിധത്തിലും താല്പര്യപ്പെടാത്ത വാർത്തയാണ് ഈ കാലേബ് അവരുടെ കൂടെ പോയവൻ പറയുന്നത്. 14 and verse 1, if you could read. So all the congregation lifted up their voices and cried, and the people wept that night. അവർ രാത്രി മൊത്തം അവർ കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. അവർ കല്ലെടുത്ത് ഈ മനുഷ്യനേക്ക് എറിഞ്ഞു വീഴ്ത്തണം. ആ ആക്രോശത്തിൽ അവർ എറിയുകയാണെങ്കിൽ മോശ ഉൾപ്പെടെയുള്ളവരെ മൊത്തം എറിയും അവര്. അതുപോലെ അങ്ങ് ഇളകിയെല്ലാം കൂടെ. See, what is the opposite of faith? One verse which I found is rebellion ആണ്. റിബേലിയൻ ഒത്തിരി വാക്കുകളുണ്ട്. ഡിസ്ബിലീഫ് ആകാം, ഡൗട്ട്സ് ആകാം, ക്വസ്റ്റ്യൻസ് ആകാം. ഇതെല്ലാം പാർട്ട് ഓഫ് റിബേലിയനാണ്. ഫെയ്ത്ത് സ്റ്റാൻഡ്സ് അപ്പാർട്ട്. ഫെയ്ത്ത് വ്യത്യസ്തമാണ്. ഫെയ്ത്തിനകത്ത് ഈ സംഭവങ്ങളൊന്നും വരത്തില്ല. മൈ ഡിയർ വൺസ്, if you're dealing most with those people who are everywhere doubtful, everywhere have their own questions, they bring in lots of logics, let me tell you, അത് നമ്മുടെ ആത്മമനുഷ്യനെ സംബന്ധിച്ച് പ്രയോജനത്തെക്കാൾ ഉപരി ദോഷം ചെയ്യും. വിശ്വാസം is something different. അതിനകത്ത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകാം നിൽക്കാൻ. But here is a man, Caleb, and then comes into picture ജോഷുവയും വരുന്നുണ്ട്. Which verse is that? It is 14
And verse 6. But Joshua the son of Nun and Caleb the son of Jephunneh, who were among those who had spied out the land, tore their clothes. അവരവരുടെ വസ്ത്രം ഈ ജനമെല്ലാം ഇളകിയപ്പോഴത്തേക്ക് അവർ വസ്ത്രം വലിച്ചു കീറിയിട്ട് അവര് they were not ready to give up. ശരിയാ, majority is there on the other side, but they were not ready to give up. ഇല്ല. No, we can go and possess that land. See, don't ever be going after the majority. നമ്മൾ പൊതുവെ മജോറിറ്റിയുടെ അഭിപ്രായത്തിന് ഒത്തിരി പ്രസക്തി ഡെമോക്രസിയിലൊക്കെ അതൊക്കെ ആവശ്യമാകാം. But not in the terms of spirituality. There is no majority as such. Minority makes more sense. Minority makes more sense. ഇവർ രണ്ടുപേരേ ഉള്ളൂ, ആരും കൂടില്ല. നാച്ചുറലി മറ്റ് 10 പേരുടെ കൂടാണ് ഇസ്രായേൽസ് മൊത്തം. ഇവർ മാത്രം നിന്നു. പക്ഷേ ഈ രണ്ടുപേരുടെ ഫെയ്ത്ത് ഫൈനലി it prevailed. അതാ. Now we read in 14:8 and 9. If the Lord delights in us, then he will bring us into this land and give it to us, a land which flows with milk and honey. If Lord delights in us, നമ്മളിൽ ദൈവത്തിന്റെ പ്രസാദമുണ്ടായാൽ, ഒറ്റ കാര്യം ശ്രദ്ധിച്ചോണേ, നമ്മളിൽ ദൈവത്തിന്റെ പ്രസാദമുണ്ടോ? നമ്മളിൽ ദൈവത്തിന്റെ പ്രസാദമുണ്ടെങ്കിൽ ദൈവം എന്തും ചെയ്യും. നോ, അനക്കൈറ്റ്സ് ഉണ്ട്, അമാലക്കൈറ്റ്സ് ഉണ്ട്. നോ, ഇതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. only thing is that God delights in us. Faith makes the difference. വിശ്വാസമുണ്ടോ, that makes the difference. ഒരാളുടെ വാക്ക് കേൾക്കാനും അവർക്ക് താല്പര്യം തോന്നിയില്ല. അവരൊരുമിച്ച് നിന്നിട്ട് അവരുടെ ഡിക്ലറേഷൻ്റെ പുറത്ത് what finally happened, we know. To cut short the story, അവർ ചെന്ന് എന്തോ ചെയ്തു? ദേശം പിടിച്ചടക്കി. And we know that those who started from Egypt over the age of 20 years, only 6 ലക്ഷം പുരുഷന്മാരാണ്. എത്ര പേര് അവിടെ എത്തി? only Joshua and Caleb അവിടെ എത്തി. വിശ്വാസം കൊണ്ട് പ്രത്യേകതയുണ്ടോ? it is there. വിശ്വാസത്തിന് ഭയങ്കര പ്രാമുഖ്യം ദൈവം കൽപ്പിക്കാറുണ്ട്. അതില്ലാതെ പോയി കഴിഞ്ഞാൽ, let me tell you, for the time being things would be seemingly, on a pink level, rosy level, but no, it's not that way. End would be destruction. We need to be cautious about it. Now again we come and the 9th verse also. Only do not rebel against the Lord. Only thing is, you see, one part of it is Lord delighting in them, or the second part is only rebel not all of you against the Lord. Neither. No, fear the people of the land, for they are our bread. See, ഈ ഫെയ്ത്തിനകത്തൊക്കെ ചില വാക്കുകൾ ഭയങ്കര വല്ലാത്ത വാക്കുകളാണ്. They are merely bread for us. നമുക്ക് അവരെന്തുവാ? ഭക്ഷണത്തിനുള്ള സാമഗ്രികളാണ് അവരൊക്കെ. ഫെയ്ത്തിനകത്ത് ഇങ്ങനെയൊക്കെയാണ്. ഇത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, ട്രിഗർ ചെയ്യാൻ വേണ്ടി പല വാക്കുകൾ ഉച്ചരിക്കേണ്ടി വരും. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ് ഔട്ട്. നമ്മൾ ലോലമായി ക്ഷീണിച്ച് ഡിഫെൻസീവായിട്ട് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തളർച്ചയിലിരിക്കും, നമുക്കൊന്നും പറ്റത്തില്ല. ഫെയ്ത്തിനകത്ത് ഇച്ചിരി ഗാംഭീര്യമുള്ള പദങ്ങളൊക്കെ, ദാറ്റ്സ് ദ റീസൺ വൈ ദേ സെഡ് ഫോർ ദേ ആർ ബ്രെഡ് ഫോർ us. The defense is departed from them. അവർക്കുള്ള ഡിഫൻസ് എല്ലാം പോയി. For what reason? For the Lord is with us. ദൈവം നമുക്ക് അനുകൂലമാണ്, നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് fear them not. അവരെ ഭയക്കരുത്. ഒറ്റ കാരണമാണ്, if God is with us, who can be against us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ഒറ്റയാക്കി നിൽക്കാൻ കഴിയത്തില്ല. അഖിലാണ്ടത്തെ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്, ലോകത്തിന്റെ പ്രഭുവായി നിൽക്കുന്നത് ഒരു പിശാചിന് നമുക്ക് വിരോധമായി നിൽക്കാൻ കഴിയത്തില്ല. Don't be fearing that word.
You go to a doctor and doctor says something and that would be like leading your future. Let me tell you, my dear ones, അവർ ഒത്തിരി നൂറുകൂട്ടം കാര്യങ്ങൾ പറയും. Even when I know that many doctors are sitting in our midst, with all respect and honor to you, but let me tell you, any other doctor, much beyond that, അതിനൊക്കെ അപ്പുറം നിൽക്കുന്ന ഒരു സ്വർഗത്തിലെ ഡോക്ടർ, when we say Jehovah Rapha, he is Jehovah Raphaയാണ്. അവന് സകലവും കഴിയും, അവന് കഴിയും, അവന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. Being a child of God, a servant of God, and again, and let me tell you, we don't ever be a promoter of these doctors and all these things. No. We are not supposed to be on that level. No. We are child of God. Being a servant of God, I cannot be saying that I have to tell about that. Why? Because I have that faith in God. And the Pidavariada and the Talamurida Mara, Kodiatilla, and the up and the Kaigala, Nano Patramana, and the Kurapana. Have that faith in Him. Have that faith in Him. And again, the next portion, to wind it up, faith really brings in a transformation. Vishwasam sherikum oru transformation varuthu. John chapter 2, verse 3 to 5. John chapter 2, verse 3 to 5. And when they ran out of wine, the mother of Jesus said to him, They have no wine. Jesus' mother, with the freedom which she has to a son, comes in. They don't have wine. Yeah. Jesus said to her, Woman, what does your concern have to do with me? Hey, woman, what have you to do with me? See, Jesus' reply. No, mine hour is not yet come. So, actually the story is over. Finish. Full stop. But then what happens again? His mother said to the servants, Whatever he says to you, do it. So it's not over for the mother. See what a faith she has. She says, no. She comes to the servants and tell, whatsoever he says unto you, do it. Do it. ഇതൊന്നും തീർന്നിട്ടൊന്നുമില്ല. കർത്താവ് വല്ലതും പറയും. നോക്കിയാൽ മതി. See the transformation. No, it comes in through your faith. വിശ്വാസമുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. യേശുവിൻ്റെ അമ്മ പറയുക, യേശു ഒരു വാക്ക് പറഞ്ഞാൽ മാറുന്നവനാണോ? അങ്ങനെ മാറത്തൊന്നുമില്ല. But again that mother says, and I think that was the reason for Jesus acting. ഈ ഒരു വാക്കിൻ്റെ പുറത്തായിരിക്കണം യേശു ചലിച്ചത്. അമ്മ പറയുക, ചിലപ്പം ഇത് നോക്കിയോ, യേശു വല്ലതും പറഞ്ഞാൽ നിങ്ങളത് അതുപോലെ ചെയ്തു കൊടുത്തേക്കണേ. ഇത് മിറക്കിളിൻ്റെ ആദ്യത്തെ മിറക്കിൾ, സയൻസിൻ്റെ ആദ്യത്തെ സൈനാണ്. But then, see, why it happened? Because of the faith of that mother, Mother Mary. No, extraordinary faith. Don't ever be thinking that, no, your terms are over. No, everything seems to be, wound up. No. Something more is there for Lord to be telling you. And the wonder kyo nyangade life will kalpikkanunda. എന്തുകൊണ്ടൊക്കെയോ വിവരിക്കാനുണ്ട്, എന്തൊക്കെയോ വർണ്ണിക്കാനുണ്ട്. Wait for that. Wait for that. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. Let me tell you, things will work out for you. Hallelujah. ആരെങ്കിലും പറഞ്ഞേക്കാം, ഇനിയുമെല്ലാം കഴിഞ്ഞു പോയല്ലോ, യേശുവിൽ നിന്നൊരു ഉത്തരം കിട്ടുന്നില്ല, ആ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എനിക്കൊരു മറുപടി കിട്ടാതെ പോയി, ഞാൻ പ്രതീക്ഷയോടെ അവിടെ പോയത്, പക്ഷെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് തീർത്ത് കളയരുത്. നോ. ചിലപ്പോൾ അടുത്ത മീറ്റിംഗിനായിരിക്കാം, ചിലപ്പോൾ അടുത്തതിനായിരിക്കാം, ചിലപ്പോൾ അടുത്ത വേളയിലായിരിക്കാം. Something is there in store for you. Wait for that. Hallelujah. It's not over yet. The mother says to the servant, whatever he says, do it. അവൻ വല്ലതും പറഞ്ഞാലേ അതങ്ങ് ചെയ്തേക്കണേ. ചെയ്താൽ മതി, ബാക്കി അവൻ ചെയ്തോളും. We do something, rest God will do. In between comes in the faith of the mother. വിശ്വാസമുണ്ടോ, things will work out for you. Yes, faith in God, not in ourselves. I'm not talking about the confidence in ourselves.
Very often we promote the confidence in ourselves. We need to be having a confidence based on the confidence which we have in that Almighty God. ഈ സർവശക്തനായ ദൈവത്തിലുള്ള കോൺഫിഡൻസ് നിമിത്തം വേണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. ആ കോൺഫിഡൻസ് ഉണ്ടോ, it will not be thwarted out. It is not going to be over for you. ആഴമുള്ള വിശ്വാസത്തിലെ let's be looking unto the face of God. Hallelujah. And that faith would bring out deliverance for you, blessings for you, healings for you, future for you. Hallelujah. Destination for you. And not only that, much beyond, eternity for you. One verse we read, we will close. 2 Corinthians chapter 4 and verse 18. While we do not look at the things which are seen, but at the things which are not seen. For the things which are seen are temporary, but the things which are not seen are eternal. It's about eternity. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം. Whatever we see here, it's all temporal. Temporal. No, much, no, ahead of that, much beyond that. കാണാത്തത് അതിനെ ഒന്ന് കാണാൻ നമ്മുടെ അകത്തെ കണ്ണ് തുറക്കപ്പെട്ടാൽ, we would be awaiting for that. We would be anticipating that. We would be looking out for that. ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള വാഞ്ച. Hallelujah. Not by sight, but by faith. We are waiting for that eternity, for us to be dwelling in forever and ever. May God bless you with these verses.